അങ്ങനെ ഇവിടെ മോട്ടോർ ഹോം പാർക്ക് ചെയ്തിട്ട് ആ ദൂരേക്കടെ വരുന്ന ബോട്ട് കണ്ടോ, ആ ബോട്ടിൽ കയറി ഇന്റർലാക്കൻ സിറ്റി കാണാൻ പോകാനുള്ള പരിപാടിയാണ്. ഹലോ ടോബിയാസ്. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് അടുത്തെത്താറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ട്രാവൽ പാസ് എടുത്ത കാരണം ബോട്ടും ബസ്സും ട്രെയിനും ഫ്രീ ആണ്, അൺലിമിറ്റഡ്. പിള്ളേർക്കെല്ലാം ബോട്ടിൽ പോകാനാണ് ഇഷ്ടം, അതുകൊണ്ട് ബോട്ട് സെലക്ട് ചെയ്ത്. തിരിച്ചു വരുമ്പോൾ ബസ്സിനാണ് വരുന്നത്. അവിടുത്തെ നല്ല വ്യൂ നോക്കി. ഇവിടെ വെള്ളത്തിന് നല്ല ആഴമുണ്ട്, നല്ല ഡാർക്ക് ബ്ലൂ വാട്ടറാണല്ലോ. ഇന്റർലാക്കൻ സിറ്റിയിലേക്ക് ബോട്ട് എത്തി. ഇവിടെയാണ് ബോട്ട് മൂവ് ചെയ്യാൻ പോണത്. ഈ ബോട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു പോകും, തൊൺ ലേക്ക് കൂടെ അങ്ങറ്റം വരെ. ഇതാണ് തൊൺ റിവറിൽ കൂടെയാണ് നമ്മൾ ഇന്റർലാക്കൻ സിറ്റിയിലേക്ക് വന്നത്. കണ്ട ഒരുപാട് പാരാഗ്ലൈഡേഴ്സ് ഒക്കെ ഉണ്ട് മേലെ. ഇന്ന് കുറച്ച് ക്ലൗഡിയാണ്. ഇവിടെ വീഡിയോഗ്രാഫേഴ്സിന്റെ തിരക്കാ. അങ്ങനെ സിറ്റിയിലെത്തി, ഇന്റർലാക്കൻ സിറ്റി ടൗണിലെത്തി. ഇതൊരു പവർ ഹൗസ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഹൗസ്. അവിടെ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയിട്ട് വെള്ളം തള്ളി വിടുന്നതാണ് ഈ റിവറിൽ വരുന്ന വെള്ളം. അപ്പം നമ്മുടെ ഈ ബോട്ട് ട്രിപ്പ് ഈ ക്യാമ്പ് സൈറ്റിൻ്റെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആട്ടോ. ഈ ഇന്റർലാക്കൻ സിറ്റി വരെയുള്ള ബസ്സും ബോട്ടും നമുക്ക് ഈ പാക്കേജിലുണ്ട്. തിരിച്ചു പോകാനുള്ള ആൾക്കാരൊക്കെ ലൈനപ്പ് ആയിട്ട് അവിടെ നിൽക്കാൻ തുടങ്ങി. ഈ ബോട്ട് തുൺ ലൈക്കിൻ്റെ അങ്ങേ അറ്റം വരെ പോകും. ഇത് ഈ ട്രാവൽ പാസ് ഉള്ളവർക്ക് ഇതിനകത്ത് ട്രാവൽ ഇൻക്ലൂഡഡ്. ഇതാണ് ഇന്റർലാക്കൻ വെസ്റ്റ്. ഇതൊരു ബസ് സ്റ്റോപ്പാണ്. ഇവിടെ തൊട്ടപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനുണ്ട്, ഇന്റർലാക്കൻ വെസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ബോട്ട്, ട്രെയിൻ, ബസ് എല്ലാം ഈ പോയിന്റിൽ വരും. ഇന്റർലാക്കൻ സിറ്റി കാണാൻ വേണ്ടി ഇങ്ങനെ കുതിരവണ്ടി ബുക്ക് ചെയ്ത് അതിനകത്ത് റൈഡ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. ഇന്റർലാക്കനിലെ സ്വിസ് ബിൽഡിങ്ങുകളാണ് ഇതൊക്കെ. ഇവിടെ സുവനീർ ഷോപ്സ് ഉണ്ട്. നമുക്ക് സ്വിറ്റ്സർലൻഡിൻ്റെ ഒരേ സാധനങ്ങൾ മേടിക്കാം. ഹാറ്റുകൾ, മറ്റേ സ്വിസ് ബെൽസ്. ഇതാണ് ഇന്റർലാക്കൻ ഈസ്റ്റ്. ഓസ്റ്റ് എന്ന് പറഞ്ഞ ഈസ്റ്റ് എന്ന് അർത്ഥം. ആ ഓസ്റ്റ് എന്ന് പറയും, പക്ഷെ മലയാളികളെല്ലാം പറയണത് ഈസ്റ്റാ. അതെ, ഈ ബസ്സിലാണ് നമ്മൾ വന്നത്, 21. ഇത് നമ്മുടെ ക്യാമ്പ് സൈറ്റിൻ്റെ അടുത്തേക്ക് പോണ ബസ്സാണ്. ഈ ബെൻഡി ബസ് ഇവിടെ ഉപയോഗിക്കാൻ കാരണം
ഇവിടെ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ട്രാമുണ്ട്. അപ്പോൾ ട്രാമിൻ്റെ ലൈൻസ് ഉള്ളതുകൊണ്ടാണ് ബെന്റി ബസ്. ഇത് ഇന്റർലാക്കൻ ഈസ്റ്റ് ഇന്റർലാക്കൻ ഓസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ ഒരു കോപ്പുണ്ട്, സൂപ്പർ മാർക്കറ്റ്. ഇത് ഹാർഡർ റണ്ണ് കയറാൻ വന്ന ആൾക്കാരാണ്. അവർ ടൂറിസ്റ്റുകൾ ഇങ്ങനെ പോണതാണ്. ഇത്രേ ആൾക്കാർ ഇവിടെ വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ജോനാസിന് വരണ്ട, അതുകൊണ്ട് നമ്മൾ ഉദ്യമം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ജോനാസ് പറഞ്ഞു വരണ്ടെന്ന്, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. 3.5 കിലോമീറ്ററിൽ ജസ്റ്റ് 100 മീറ്റേഴ്സ്. ഇതാണ് ഹാർഡർ റണ്ണിലേക്ക് പോണ റെയിൽവേ. ഇതാണ് ഹാർഡർ റണ്ണിൻ്റെ ട്രെയിൻ. മേലേക്ക് പോകണമെങ്കിൽ 19 ഫ്രാങ്ക്, അതായത് ഏകദേശം 19 പൗണ്ട് വൺ വേ. തിരിച്ച് അതേമാതിരി തന്നെ. അപ്പം 40 പൗണ്ട് കൊടുക്കണം. അല്ലെങ്കിൽ 3.5 കിലോമീറ്റർ മേലേക്ക് നടന്ന് കയറണം മുകളിലേക്ക്. ആ മൗണ്ടിൻ്റെ മേലെ കയറിയാൽ ഈ ഓപ്പോസിറ്റുള്ള 3 മഞ്ഞിൽ പുതഞ്ഞേക്കുന്ന മൗണ്ടൻസ് കാണാൻ പറ്റും. 3.5 കിലോമീറ്റർ നടന്ന് കയറാനായിട്ട് ഏകദേശം 2.5 മണിക്കൂർ എടുക്കും. ഇന്റർലാക്കനിലെ റിവറാണ്. ഇവിടുത്തെ വെള്ളം കണ്ടോ, ഗ്രീനാണ് എപ്പോഴും. ഇത് മഞ്ഞുരുകി വരുന്ന വെള്ളമാണ്. ആ സൈഡിലൊക്കെ കണ്ടോ, ഇതാ മൗണ്ടനിൽ നിന്ന് മഞ്ഞുരുകി വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. അതങ്ങനെ പല അരുവികൾ കൂടി ചേർന്ന് ഇത് വലിയ റിവറായി താഴെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയിട്ടാണ് അപ്പുറത്തെ ലേക്കിലേക്ക് കടത്തി വിടുന്നത്. ഇന്റർലാക്കൻ സിറ്റി വെരി ബ്യൂട്ടിഫുൾ ആട്ടോ. ഇവിടെ ഫ്ലവേഴ്സൊക്കെ വെച്ച് വളരെ നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഇത് ഇന്റർലാക്കൻ ഈസ്റ്റാ. ഇത് ഇന്റർലാക്കനിലെ ഗ്രാൻഡ് ഹോട്ടലാണ്. ഇത് ഹോട്ടൽ ഇന്റർലാക്കൻ. പിന്നെ ഇവിടെ ഒരു ചർച്ച് ഉണ്ട് കേട്ടോ. ഈ ചർച്ചിൽ നമ്മൾ കഴിഞ്ഞ ക്രിസ്മസിന് ഇവിടെ വന്നത് കുർബാനയ്ക്ക്. ഇവിടെ ഒരുപാട് വാച്ചിൻ്റെ ഷോപ്പുകളുണ്ട്. പിന്നെ ഇതാണ് ഗ്രാൻഡ് ഹോട്ടൽ. ഇത് ഇന്റർലാക്കൻ ഹോട്ടലിൻ്റെ ഗാർഡനാണ്. പള്ളിമണികൾ കുർബാന തുടങ്ങിയതിൻ്റെ ആണോ അതോ തീരണയാണാവോ? എന്താണെങ്കിലും നമുക്ക് പള്ളിയിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം. വാ. ഗോൾഡൻ പാസ് എക്സ്പ്രസ്
One, two, three. Look at how much rent. ഇവരിപ്പോൾ ലാൻഡ് ചെയ്തതാ പാരാഗ്ലൈഡിങ് കഴിഞ്ഞിട്ട്. ഇയാളെ കൊണ്ടുവന്നാ ചാടിച്ചത്. പുള്ളി കാശ് പോയതിൻ്റെ വിഷമത്തിലാണോ ഫോട്ടോ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണോ നിൽക്കണേന്ന് അറിയാൻ പാടില്ല. ഫാം ഹൗസസ് ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇവർക്ക് പ്രധാനമായിട്ട് മിൽക്കാണ്, ഡയറി പ്രൊഡക്ട്സ്. ഒരു ട്രെയിൻ വരുന്നുണ്ട്. ഈ സ്വിറ്റ്സർലൻഡിലെ ട്രാവൽ പാസ് എടുത്തു കഴിഞ്ഞാൽ ട്രെയിൻ, ബോട്ട്, ബസ് എല്ലാം ഫ്രീ ആയിരിക്കും. ഒരു പിള്ളേർക്കും ഫ്രീയാ. അഡൾട്ടിന് മാത്രമേ അത് പേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇത് ഇന്റർലാക്കിന്റെ ലോവർ ലേക്കാ. അതിന്റെ കളറ് കണ്ട വെരി ഗ്രീനാ. ഗ്രീൻ ആണോ ബ്ലൂ ആണോ? ഇതൊരു ടർക്കോയിസ് കളർ. രണ്ടിന്റെ ഇടയ്ക്ക് ടർക്കോയിസ് അല്ലേ? ടർക്കോയിസ് കളർ ലേക്ക്. ചോക്കുട്ട ഇങ്ങോട്ട് നോക്കിയേ. ഇറക്കി പോയില്ലേ, ബ്രേക്ക് ഒക്കെ തന്നെ പിടിക്കണത് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അമ്മ ഒരു ബർഗർ തന്നെ. ആ മൗണ്ടൻസ് ഒക്കെ കണ്ട, ഇവിടുത്തെ സ്നോയി മൗണ്ടൻസ്. ഇവിടുത്തെ പല പാസസും ഓപ്പൺ അല്ല കേട്ടോ. ഫർക്ക പാസ് ഒന്നും ഓപ്പൺ അല്ല, അതുകൊണ്ട്
പോവാൻ പറ്റില്ല. ഈ വണ്ടി കൊണ്ട് അങ്ങോട്ട് പോയാൽ നല്ലതായിരുന്നു. അവിടെ ഒരു വൈൽഡ് ക്യാമ്പിങ് അതിന്റെ മേലെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ ഇവിടെ ഒരു പരിചയമുള്ള ആൾക്കാരോട് വിളിച്ചു ചോദിച്ചിട്ടേ അവിടെ പറ്റിയാൽ പോണം. ഫർക്ക പാസില്, ഗോത്താഡ് പാസിലും അത് തന്നെയാ പ്രശ്നം. മേലെ കയറാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവിടെ മെയ് തുടങ്ങിയുള്ള മാസങ്ങളാണ് അത് ഓപ്പൺ ആണ്. ഇപ്പൊ ഏപ്രിലല്ല ആയിട്ടുള്ളൂ. അവിടെ 2 ഡിഗ്രി ഒക്കെ ടെമ്പറേച്ചർ മേലെ. അപ്പൊ ഇതേമാതിരി സ്നോ ആയിരിക്കും. അപ്പൊ നമുക്ക് ഓൾ വെതർ ടയർ ആണെങ്കിലും വിന്റർ ടയർ അല്ല ഇത്. അപ്പൊ സ്നോ ചെയിനും ഇല്ല. പിന്നെ വണ്ടിയുടെ വെയിറ്റ്, ലെങ്ത് അതൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പം പറ്റുമെന്ന് നോക്കണം. പറ്റിയാൽ അവിടെ പോവും. അല്ലെങ്കിൽ ലോട്ടർ ബ്രണ്ണലിലേക്ക് പോകണം. ലോട്ടർ ബ്രണ്ണലിൽ നല്ലൊരു ക്യാമ്പ് സൈറ്റ്, ജങ്ഫ്രൂ ക്യാമ്പ് സൈറ്റ്. ഓ, അത് ഈ ഹൗസ് നോക്കി, ഈ ഫാം ഹൗസ് എന്താ ബ്യൂട്ടി. അതെങ്ങനെയാ പണിത് വെച്ചേക്കണെന്ന് നോക്കി. അതിന്റെ എന്റെ പൊന്നെ, താഴേക്ക് നോക്കുമ്പോ പേടിയാവും. ഈ വഴിക്ക് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഓർക്കണ്ട്, ഈ സുബാരുവിന്റെ സർവീസ് സ്റ്റേഷൻ. ഓ, ഇവിടുത്തെ ലേക്കിന്റെ കളറേ ഗ്രീൻ ആവണല്ലോ. ഈ മൗണ്ടിന്റെ ഇടയിലൊക്കെ ഹൗസസ് ആട്ടോ. പക്ഷെ ഇവിടെ ലാൻഡ് സ്ലൈഡ് ഇല്ലാത്തത് മഴ കുറവാ, സ്നോയല്ലേ ഉള്ളൂ. ഈ സ്നോയ് ഉരുകിയാണ് ഈ ലേക്കിലൊക്കെ വെള്ളം വരുന്നത്. ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് കണ്ട ലേക്കിൽ ഒരുപാട് വെള്ളം ഇറങ്ങി കിടപ്പുണ്ട്. അല്ലെങ്കിൽ ആ സിൽവർ ഏരിയ കാണുന്നത് മുഴുവൻ വെള്ളമായിരിക്കും. Follow A8 for 13 miles. ഇതാണ് ഇന്റർലാക്കൻ ലോവർ ലേക്ക് ആട്ടത്. ഇതാണ് ജങ്ഫ്രൂ റീജിയൻ. ജങ്ഫ്രൂ റീജിയനിലേക്ക് നമ്മൾ വന്നു. ഇവിടെയാണ് ടോപ്പ് ഓഫ് യൂറോപ്പ് ജങ്ഫ്രൂ ഉള്ളത്. ഒരു നല്ല ഹൗസ് ഉണ്ടോ? ഇതാണ് ഇവിടുത്തെ ഹൗസസ്, ഇന്റർലാക്കലിലെ ഹൗസസ്. ഇങ്ങനത്തെ ഹൗസസ് വെരി ബ്യൂട്ടിഫുൾ, വെരി ട്രഡീഷണൽ. 100 ഇയേഴ്സിന് മേലെ ഇതിന് പ്രായമുണ്ട്. അതുകൊണ്ട് ഈ ഹൗസ് ഒക്കെ ഇതിന്റെ ബ്യൂട്ടി. ഇതൊരു ഫാം ഹൗസാണ്. നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് ഇന്റർലാക്കനിൽ നിന്ന് ആകെ ഒരു 4 കിലോമീറ്റർ ഉള്ളൂ. നമുക്കൊരു ഫ്രീ ബസ് പാസ് തരും ഇവിടെ ക്യാമ്പ് സൈറ്റിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ. അത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന അത്രയും ദിവസം ഉണ്ടാവും. അപ്പോൾ ബോട്ടിലും ബസ്സിലും കയറാം, ട്രെയിനിൽ കയറാൻ പറ്റില്ല. അതാണ് ഇന്റർലാക്കനിലേക്കുള്ള വഴി. ബസ് നല്ല ബസ്സാണ്, ബെൻഡി ബസ്സാട്ടോ അത്. ഇതൊരു വോൾവോയുടെ ഷോറൂമാണ്. അപ്പൊ ബസ്സിൽ അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇത് ലോട്ടർ ബ്രണ്ണന്റെ റൂട്ടാണ്. കുറച്ച് ക്ലിയർ ഉണ്ടായാലൊന്നും കുഴപ്പമില്ല.